കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാലിനി വിഷ്ണു തമ്മിൽ കൂടുതലെടുക്കാനായിട്ട് രോഹിത് അവരെ രണ്ടാളും ഒരു റൂമിലാക്കി പൂട്ടിയിടുകയാണ്. അങ്ങനെ റൂം ലോക്കായി പോയി എന്ന് തിരിച്ചറിയുന്ന ശാലിനി വിഷ്ണുവിനോട് ചോദിക്കണേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്തേലും ഒരു വഴി പറ. അന്നേരം വിഷ്ണു എത്ര ശ്രമിച്ചിട്ടും വാതിൽ തുറക്കാനും പറ്റുന്നില്ല. ആ സമയം വിഷ്ണു പറയണേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, രാത്രി എല്ലാവരും ചെന്നതല്ലേ ഉറങ്ങുക, താനെന്ന് ഇവിടെ തന്നെ കിടന്നുറങ്ങ്. അയ്യോ ഇവിടെയോ? ആ ഇത് കടുവയുടെ മടയൊന്നുമല്ലല്ലോ. അങ്ങനെ പറഞ്ഞ് വിഷ്ണു കട്ടിലരികിലേക്ക് പോകുകയാണ് കേട്ടോ. പെട്ടെന്ന് അവിടെ വീഴാൻ പോകുമ്പോൾ ശാലിനി വേഗം തന്നെ ഓടി വന്ന വിഷ്ണുവിനെ താങ്ങി പിടിക്കുകയാണ്. ഈ സമയം അവർ രണ്ടാളും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിൽക്കുക. അന്നേരം വിഷ്ണു പറയണേ, ഞാനിപ്പോൾ വീണുപോയേനെ, വീഴാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ശാലിനിയും വിഷ്ണുവിനെ തന്നെ ഇങ്ങനെ നോക്കുവാണ്. അങ്ങനെ ശാലിനി തന്നെ വിഷ്ണുവിനെ താങ്ങി പിടിച്ച് കട്ടിലേക്ക് എടുത്തുവാണ് കേട്ടോ. ഈ സമയം ശാലിനിയോട് മടിച്ച് നിൽക്കുക. അത് കാണുമ്പോൾ വിഷ്ണു പറയണേ, എടോ താൻ വാടോ, വന്ന് ഈ അരികത്ത് കിടക്കും, വെറുതെ ഉറക്കളിക്കാൻ നിൽക്കണ്ട. അങ്ങനെ ശാലിനിയും വന്ന് കട്ടിലേക്ക് കിടക്കുന്നുണ്ട്. ഈ സമയത്ത് വിഷ്ണു ആണെങ്കിൽ ശാലിനിയെ തന്നെ ഇങ്ങനെ നോക്കിക്കിടക്കുക. അന്നേരം ശാലിനി വെക്കണേ, എന്താ ഉറങ്ങുന്നില്ലേ, എങ്ങനെ ഉറക്കം വരാനാ? ഈ സമയം അവർ രണ്ടാളും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചവിടെ കിടക്കുമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് കാർത്തിക വിഷ്ണുവിൻ്റെ റൂമിലേക്ക് വരുന്നതാണ്. അങ്ങനെ റൂം പുറത്തുനിന്ന് ലോക്കായി കിടക്കുന്നത് കാർത്തിക കാണുക. അല്ല ഇതാരാ പുറത്തുനിന്ന് കൂട്ടിയത്, വിഷ്ണുവേട്ടനില്ലേ അകത്ത്? അങ്ങനെ പറഞ്ഞ് കാർത്തിക റൂം തുറന്ന് അകത്ത് കയറി നോക്കുമ്പോഴായിരിക്കും കേട്ടോ കട്ടിലിൽ ഒരുമിച്ച് കിടന്നുറങ്ങുന്ന വിഷ്ണുവിനെ ശാലിനിയും കാണിക്കുന്നത്. ഈ കാഴ്ച കണ്ട് കാർത്തിക് അങ്ങ് ഷോക്കായി പോവുക. എന്തായി കാണുന്നത്, ഇവർ രണ്ടാളും ഒന്നിച്ചോ? സത്യാമ്മയെ പറ്റിച്ച് എന്തോ ഒരു കളി ഇവിടെ നടക്കുന്നുണ്ട്, ഇപ്പം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞ് കാർത്തിക വാതിലവിടെ അടച്ചിട്ട് ഓടി സത്യഭാമയുടെ അരികിലേക്ക് പോകുക. സത്യാമ്മേ, ഞാൻ എന്തിനാ ഇനി വീട്ടിൽ നിൽക്കുന്നത്, ഞാൻ വേണമെങ്കിൽ ഇപ്പം തന്നെ ഇറങ്ങിപ്പോക്കോളാം, എനിക്കിതൊന്നും കണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. എന്താ എന്താ കാർത്തികേ, എന്താ നിനക്ക് പറ്റിയത്? അന്നേരം കാർത്തിക് പറയണേ, ശാലിനി തിരിച്ചു വന്നതിന് ശേഷം എൻ്റെ സമാധാനം പോയി, എനിക്കെൻ്റെ ഭർത്താവിനെ നഷ്ടമാകുമെന്നുള്ള പേടിയുണ്ട്. അന്നേരം ഭാമ ചോദിക്കുക, നീ ഉദ്ദേശിക്കുന്നത് എന്താ, ശാലിനിയും വിഷ്ണുവും തമ്മിൽ അടുപ്പ കൂടുതലുണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അന്നേരം കാർത്തിക പറയണേ, അടുപ്പ കൂടുതലെന്ന് വെറും വാക്കി പറഞ്ഞാൽ പോരാ, അവരെല്ലാ അർത്ഥത്തിലും അടുപ്പത്തില്ല. നീ എന്തായി പറയുന്നത്, എനിക്കൊന്നും വ്യക്തമാവുന്നില്ല. സത്യാമ്മ എൻ്റെ കൂടെ റൂമിലേക്ക് വാ, ഞാനെല്ലാം കാണിച്ചു തരാം. അങ്ങനെ ഭാമയും കൂട്ടി ആ റൂമിലെത്തുവാണ്. അങ്ങനെ ഭാമ ഡോർ തുറക്കുമ്പോൾ കാണുന്നത് വിഷ്ണു ശാലിനിയും ഒരുമിച്ച് കട്ടിലേക്ക് കിടന്നുറങ്ങുന്നതാണ് കേട്ടോ. ഇത് കണ്ട് ഭാമയാണെങ്കിൽ ആകെ കലി പൂണ്ടി നിൽക്കുക. ശാലിനി എന്ന് പറഞ്ഞ് അലറിക്കൊണ്ട് വിളിക്കുവാണ്. അങ്ങനെ ശാലിനിയും വിഷ്ണു പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുക. ഈ സമയം സത്യഭാമയെ കാണുമ്പോൾ രണ്ടാളും ടെൻഷനായിട്ട് നിൽക്കുക. എന്ത് മറുപടി പറയുന്നറിയാതെ ഭാമയുടെ മുന്നിൽ ഭയന്ന് നിൽക്കുക കേട്ടോ ശാലിനി. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്